നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഈ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവികളും തന്നെ ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ജീവിതം അനുഭവിക്കുക എന്ന് ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ, രണ്ട് കൂട്ടായ്മയായിട്ട് തിരിഞ്ഞിരിക്കുന്ന, രണ്ട് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, കൂട്ടായ്മകളിൽ അനന്ത ഘടകങ്ങളുണ്ട്. അപ്പോൾ അനന്തമായിട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് എന്താണ് ചെയ്യുന്നത്, അത് രണ്ട് വിഭാഗങ്ങളായിട്ട് വീണ്ടും തിരിയുന്നു. അങ്ങനെ അനന്തമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞിട്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ് അത് തന്നെ അനന്ത വിഭാഗങ്ങളായിട്ടുള്ള കൂട്ടായ്മകൾ ആയിട്ട് പിരിഞ്ഞ് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം, രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു, 4 വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞു, 5, 6 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പിരിയുമ്പോൾ അനന്തമായിട്ടാണ് പിരിയുന്നത്. പഠിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്, അതിനെ ഏറ്റവും കുറഞ്ഞ പിരിവുകളായിട്ട് പിരിക്കും. ഇപ്പൊ ഉദാഹരണം, നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാം ചേർന്ന് സയൻസ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കണത്. അപ്പോൾ എന്തായിട്ട് പിരിഞ്ഞു, സയൻസും ആർട്സുമായിട്ട് പിരിഞ്ഞതിരിക്കുകയാണ്. അപ്പോൾ സയൻസ് പഠിക്കാൻ നോക്കുമ്പോൾ ആർട്സ് എന്നുള്ളൊരു ഭാഗം ആയിട്ട് പിരിഞ്ഞു മാറി നിന്നു, സയൻസ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ നമുക്ക് സയൻസും ആർട്സും ആണ് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ ആളുകൾക്ക് എന്താണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ സയൻസ് ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെ വരും. ആദ്യം നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ ഉള്ള സമയത്ത് അവർ തമ്മിൽ സംസാരിക്കുന്നത് ഏതാണ്, ഇപ്പൊ ക്ലാസ് സയൻസ് ആണ്, പിന്നെ അത് ആർട്സ് ആണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകും. പക്ഷേ കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് നിന്ന് കഴിയുമ്പോൾ പഠനം കൂടി വരുമ്പോൾ സയൻസോ ആർട്സോ എന്ന് പറഞ്ഞാൽ മനസ്സിലാകാതെ വരും. അപ്പൊ നമ്മൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു പോകുന്നു. മറ്റത് എക്കണോമിക്സ്, ഹിസ്റ്ററി, സിവിക്സ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേറെ ഒരു ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അങ്ങ് പോകുമ്പോൾ സയൻസും ആർട്സും പറഞ്ഞാൽ മനസ്സിലാകാതെ വരും. പിന്നെ അങ്ങോട്ട് ഉപരിപഠനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവയിൽ തമ്മിൽ പിരിഞ്ഞ് സയൻസിന് തന്നെ എത്രയോ ഡിവിഷൻസ് ആണ്. അതിൽ തന്നെ വീണ്ടും ഡിവിഷൻ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം, പിരിവുകളുടെ എണ്ണം കൂട്ടണം. പിരിവുകളുടെ എണ്ണം കൂട്ടുകയായിരുന്നുവെങ്കിൽ ആദ്യമേ പിരിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ അങ്ങോട്ട് കൂട്ടായ്മയായിട്ട് 2ആയിട്ടോ 3ആയിട്ടോ 4ആയിട്ടോ ഒക്കെ തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ആദ്യം തന്നെ അങ്ങ് പിരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാകില്ല. എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് പിരിഞ്ഞിരിക്കുന്ന ഒരു സാധനം നമുക്ക് ഒരിക്കലും ആർക്കും മനസ്സിലാകില്ല. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അനുഭവവും സൂക്ഷ്മം ആയിട്ടുള്ളതിനെ മനസ്സിലാക്കുമ്പോഴാണ് അനന്തമായിട്ടുള്ള പിരിഞ്ഞതിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അപ്പോൾ സൂക്ഷ്മം ആയിട്ടുള്ള പഠനത്തിൽ നിന്ന് നമ്മളുടെ അനുഭവം എന്താണെന്ന് മനസ്സിലാകില്ല. അനുഭവം മനസ്സിലാകുമ്പോൾ സൂക്ഷ്മത മനസ്സിലാകില്ല. അതാണ് അനന്തമായിട്ടുള്ള പിരിവുകളിൽ അതിൻ്റെ ഒരു ഘടക യൂണിറ്റിനെ എടുത്ത് പഠിച്ചാൽ അതെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരു സെല്ല് വേർതിരിച്ചെടുത്ത് അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ ക്ലോണിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു സെല്ലെടുത്ത് ഡെവലപ്പ് ചെയ്യുകയാണ്. അതിനെ
ക്ലോണിംഗ് എന്ന് പറയും. ഡോളി എന്നുള്ള ആടിനെ അതുപോലെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ ഏത് ജീവിയെ ഉണ്ടാക്കാം. മനുഷ്യനെ ക്ലോണിങ് നടത്താൻ ഇപ്പം നിയമം ഇല്ലാത്തത് കൊണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ അതേ ഡിറ്റോ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്താ കാര്യം? ആ ഒരു സെല്ലിൽ നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ഫയലാണ് ഒരു സെല്ല്. അപ്പോൾ ഒരു സെല്ല് കണ്ടാൽ നമുക്ക് ആർക്കെങ്കിലും ഇത് ഏത് ജീവിയാണെന്നോ മനുഷ്യനാണെന്നോ അതോ പന്നിയാണോ എന്നോ ഒന്നും മനസ്സിലാകില്ല. അപ്പൊ പിന്നെ നമ്മൾ ഏതാളാണെന്ന് എങ്ങനെ മനസ്സിലാവും? മനുഷ്യനാണോ മൃഗമാണോ ഒന്നും മനസ്സിലാകാത്ത, വേണ്ട സെല്ലെടുക്കണ്ട, മാംസം കട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഏതിന്റെ മാംസമാണെന്ന് കണ്ടാൽ പറയാൻ പറ്റുമോ? അപ്പോൾ അത് രുചിച്ചു നോക്കുമ്പോൾ നല്ല ശീലമുള്ളവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റും അത് ഇന്നതിൻ്റെയാണ് എന്ന്. വളരെ ആലോചിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ കൂടെ മസാലയൊക്കെ ചേർന്നാണ് പ്രിപ്പയർ ചെയ്യണത്. ഇനി അല്ല പച്ചയ്ക്കാരെങ്കിലും കഴിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ രുചിച്ചു നോക്കിയാൽ കുറെ ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിനെ വീണ്ടും വേറെ ഇതായിട്ട് തിരിച്ച് സൂക്ഷ്മതയിലേക്ക് ചെല്ലുമ്പോൾ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു സെല്ലെടുത്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് പറയാം. പക്ഷെ അതിനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഏത് ജീവിയുടെയാണോ അതേ ഛായയിലായിരിക്കും അതിനകത്തുനിന്ന് ഉണ്ടായി വരുന്നത്. പക്ഷെ നമുക്ക് എത്ര ആളുകളെ കണ്ടാലും നമുക്ക് തിരിച്ചറിയാം. ഈ ഒരു സെല്ല് കണ്ടാൽ തിരിച്ചറിയാൻ എത്ര ഗംഭീരനായിട്ടുള്ള ബുദ്ധിയുള്ള ആളിനും ഒരു സെല്ല് കണ്ടുകൊണ്ട് ഇത് ആരുടെ സെല്ലാണെന്നൊന്നും പറയാൻ പറ്റുകയില്ല. എന്താ കാര്യം? നമ്മളുടെ ആ ഉള്ളിൽ നമ്മളുടെ ശരീരത്തിൽ ബ്രെയിനിൽ ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനത്തിന്റെ എഫിഷ്യൻസി അത്രയേ ഉള്ളൂ. മനസ്സിലാണ്ടോ? അത് നമ്മളുടെ ജീവിതം അനുഭവിക്കാൻ തക്കവണ്ണമാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അല്ലാണ്ട് അതിന് എഫിഷ്യൻസി ഇല്ലായകയല്ല. പക്ഷെ ആ എഫിഷ്യൻസിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ജീവിതത്തിനെ അനുഭവിക്കാനാണ്. അനുഭവിക്കുന്നത് എപ്പോഴും എന്താണ്? ഒരു റോ സ്റ്റേറ്റിലായിരിക്കും. പഠിക്കുന്നത് എപ്പോഴും ഫൈനറായിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഫൈനർ സ്റ്റേറ്റിൽ പഠിക്കുന്നത് റോ സ്റ്റേറ്റിൽ ഉള്ള അനുഭവവുമായിട്ട് വ്യത്യാസം വരും. ആ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെയാണ്? നമ്മളുടെ ഒരു അനുഭവം അതെന്തുകൊണ്ട് കാലദേശ വൈയക്തികമായിട്ടുള്ള ആ മുൻ സംസ്കാരത്തെ കാലദേശ വൈയക്തികമായിട്ട് സ്വീകരിച്ചു വച്ചിട്ടുള്ള മുൻ അനുഭവങ്ങളുടെ ഒരു കൂട്ടായ്മയെ നമ്മൾ അടിസ്ഥാനമായിട്ടെടുത്ത് തറക്കല്ലായിട്ടെടുത്ത് അതിന്റെ പുറത്താണ് കെട്ടുന്ന വീട് എന്ന് പറയുന്നത് പോലെ ഓരോരോ വ്യക്തികളുടെയും അടിസ്ഥാന സംസ്കാരം എന്ന് പറയുന്നത് നാളതുവരെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വൈകാരിക ഭാവങ്ങളുടെയും ഒരു കൂട്ടായ്മ, കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു അടിസ്ഥാന ഭാവത്തിൽ മാറ്റുരച്ചുകൊണ്ടാണ് നമ്മൾ മറ്റ് അതത് സമയങ്ങളിൽ കടന്നു വരുന്ന ആ ഭാവങ്ങളെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാതിരിക്കുന്നതും സ്വീകരിക്കുന്നതിൻ്റെ വിധവും ഒക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി സ്വീകരിക്കുന്ന ഒരു ഭാവമല്ല മറ്റൊരു വ്യക്തി ഒരേ അവസ്ഥയെ സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്. എന്താ കാര്യം? അതിനെ അളക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നാളതുവരെ സംഭരിച്ച് സാംശീകരിച്ച് വച്ചിട്ടുള്ള സംസ്കാരം എന്നുള്ള ഉരകലിൽ അല്ലെങ്കിൽ അടകല്ലിൽ അടിച്ച് ശരിയാക്കാൻ പാകത്തിനാണെന്നർത്ഥം.
അല്ലെങ്കിൽ ഉരച്ചു മാറ്റി നോക്കാൻ പറ്റുന്ന വിധത്തിലാണെന്ന് അർത്ഥം. അതിലാണ് സ്വീകരിക്കണോ വേണ്ടയോ. ഒരാൾക്ക് സംഗീതം വളരെ ഇഷ്ടമായിരിക്കും, ഒരാൾക്ക് മിമിക്രി ആയിരിക്കും ഇഷ്ടം, വേറൊരാൾക്ക് യുദ്ധം ചെയ്യാനായിരിക്കും ഇഷ്ടം, വേറൊരാൾക്ക് വേറൊന്നിലായിരിക്കും താല്പര്യം, പടം വരയ്ക്കുന്നതിൽ താല്പര്യമുള്ളവർ കാണും. അപ്പോൾ എങ്ങനെയൊക്കെ ചിലർക്ക് കണക്കുകൂട്ടലിലായിരിക്കും താല്പര്യം, ചിലർ എങ്ങനെ താല്പര്യങ്ങള് വളരെ 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 വ്യത്യസ്തങ്ങളായിരിക്കും. എങ്ങനെയാണ് താല്പര്യം വന്നത്? ഇതുപോലെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് അതിനെ സ്വാംശീകരിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മനോഭാവം, അതിനെയാണ് ആ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വം അനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആ വ്യക്തിത്വത്തിലപ്പം മാറ്റം വരികയില്ലേ? മാറ്റം വരും. എന്താണ്? വ്യക്തിത്വത്തെ നിർബന്ധപൂർവം നമ്മൾ സാഹചര്യത്തിന്റെ ആ നിർബന്ധം അനുസരിച്ച് നമുക്ക് തത്സമയം സാംസ്കാരികമായിട്ടുള്ള താല്പര്യമില്ലാത്ത കാര്യങ്ങളെ സ്വീകരിച്ച് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സംസ്കാരത്തിന് മാറ്റം വരും. അപ്പോൾ സംസ്കാരം മാറി മാറി വരുന്നതനുസരിച്ച് നമ്മളുടെ വ്യക്തിത്വം മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ വ്യക്തികളെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവരുടെ നാളതുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാക്കി കൊടുത്താൽ മതി. അത് മാറ്റം വളരെ സ്ലോയിൽ നടക്കുന്നത് കാരണം എത്രയും നേരത്തെ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ അത്രയും എളുപ്പം സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സമാഹരണം ശക്തമായിട്ട് പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനകത്ത് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ എളുപ്പമുണ്ട്. അതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. പ്രായമായവരോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണമെങ്കിൽ അത് വളരെ പ്രയാസമാണ്. എന്താ കാര്യം? അവരുടെ സംസ്കാരം കാലം ചെല്ലും തോറും ഉറച്ചുറച്ചുറച്ച് വരുന്ന കാരണം അതിനകത്ത് മാറ്റം വരുത്തുക പ്രയാസമായിരിക്കും. എത്ര കുഞ്ഞുങ്ങളായിരിക്കുന്നുവോ അത്രയും എളുപ്പമാണ്. പ്രായം കൂടുന്തോറും പഠനങ്ങൾ നമുക്ക് താല്പര്യമില്ലാത്തതോ താല്പര്യമുള്ളതോ ആയിക്കോട്ടെ, പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയതായിട്ട് സ്വീകരിക്കുന്നതിനെയാണ് പഠനം എന്ന് പറയുക. പഠനങ്ങൾ നല്ലതോ ചീത്തയോ, നമുക്ക് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ എന്ന് വെച്ചാൽ സാമൂഹികമായിട്ട് താല്പര്യമുള്ളതോ ഇല്ലാത്തതോ എന്നൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പോലും പഠനങ്ങൾ ഏത് തന്നെയാണെങ്കിലും പ്രായം ചെല്ലും തോറും പ്രയാസമായി വരാൻ കാര്യം എന്താണ്? നമ്മളുടെ ഉള്ളിൽ ഉള്ള സംസ്കാരം ഉറച്ചുറച്ചു വരുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സംസാരിക്കാം. സമയം ദീർഘിച്ചു പോകുന്നു. ഇന്നിത് മതി എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ.